ഫ്രണ്ട്സ്, ആര്യ സീരിയൽ റിവ്യൂ ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിൻ്റെയും നന്ദയുടെയും പിങ്കിയുടെയും കഥയിലെ അടുത്ത പ്രൊമോയിൽ കാണിക്കുന്നത് ചില വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ്. നേരത്തെ ഇവരുടെ ജീവിതത്തിൽ വളരെ നിരാശാജനകമായ ട്വിസ്റ്റിലൂടെയാണ് കഥ പോയിക്കൊണ്ടിരുന്നത്. നന്ദ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും അവൾ ഒരു ബസ് അപകടത്തിൽ മരിച്ചു പോയെന്നാണ് ഇന്ദ്രിയവനം തറവാട്ടുകാർ കണ്ണുനീരോടെ നിൽക്കുന്ന സാഹചര്യമാണ് കാണിച്ചത്. ഗൗതമിൻ്റെയും നന്ദയുടെയും സറോഗസി വഴി പിങ്കിയിൽ ജനിച്ച കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. ആ ഒരു സാഹചര്യമാണ് അവിടെ കാണിച്ചത്. എന്നാൽ നാളെ മുതൽ 8 വർഷത്തിന് ശേഷം ഇന്ദ്രിയവനത്തിൽ പിങ്കിയെയാണ് കാണിക്കുന്നത്. പിങ്കി കുഞ്ഞിന് നഷ്ടമായ ഒരു സാഹചര്യമല്ല അവിടെ. ഗൗതമിനെ സ്വന്തമാക്കുക എന്ന ഒരു സാഹചര്യമാണ് അവൾ താമസിക്കുന്നത്. എന്നാൽ പിങ്കിയോടൊപ്പം തന്നെ ഒരു ആൺകുട്ടിയും കാണിക്കുന്നുണ്ട്. ഗൗതമിൻ്റെ അന്വേഷണത്തിന് ശേഷം കണ്ടുകിട്ടിയ ഒരു കുട്ടിയാകാം ആ ആൺകുട്ടി. എന്നാൽ നന്ദയുടെ കൂടെ കാണിക്കുന്നത് അവൾക്കൊരു പെൺകുഞ്ഞാണ്. ഗൗതമിനും നന്ദയ്ക്കും ജനിച്ചത് ഒരു പെൺകുഞ്ഞാണ് എന്നുള്ള കാര്യം നന്ദയ്ക്ക് മാത്രമേ അറിയുള്ളൂ. മെഡിക്കൽ എത്തിക്സിനെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് നന്ദയ്ക്കൊരു പെൺകുഞ്ഞ് ഉണ്ടായിരിക്കുന്നത്. നന്ദയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലിരിക്കെയാണ് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. എന്നാൽ കഥയുടെ അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് അടുത്ത ഭാഗത്തിൽ 8 വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് നന്ദയോടൊപ്പം കാണിക്കുന്നത്. അത് നന്ദയുടെ മകൾ ഗൗരിയാണ്. നന്ദയും ആ മകളും ആശ്രമത്തിൽ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആശ്രമത്തിൽ നന്ദ ഡോക്ടർ നല്ലൊരു വ്യക്തിയുമായാണ് ആ സാഹചര്യത്തിലിരിക്കുന്നത്. മകളെ നന്നായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജീവിച്ചു വരുന്ന നന്ദയുടെ ജീവിതത്തിലേക്ക് ഇന്ദ്രിയവനത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരാൾ വരികയും നന്ദയെ കണ്ട് ആ വ്യക്തി ഞെട്ടുകയുമാണ്. ആ വ്യക്തിയെ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന നന്ദയെയാണ് കാണിച്ചിരിക്കുന്നത്. നന്ദ ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം ഇന്ദ്രിയവനത്തിലെ ഒരാൾ അറിയുന്നതു കാണിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. നന്ദ ജീവിച്ചിരിപ്പുള്ളതും നന്ദ മരിച്ചിട്ടില്ല എന്ന സത്യവും ഇന്ദ്രിയവനം തറവാട്ടിൽ ആരൊക്കെയോ അറിയുന്ന നിമിഷത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങളാണ് അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നത്. ഇനി ചന്ദ്രകാന്ത സീരിയത്തിൽ വളരെ ട്വിസ്റ്റുകളോട് കൂടിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നതും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.